ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പെലനോസസ് 12 സ്റ്റെമ്മ് ഫ്ലവർ തന്ന ഓർക്കിഡിന് എന്ത് പറ്റി, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതെല്ലാം നിങ്ങൾക്ക് കാണണ്ടേ. കുറേ നാളായാലും ഓർക്കിഡിൻ്റെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതാണ് ഇന്ന്. ഇതിപ്പോൾ നമുക്ക് പുതിയതായിട്ട് അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, മൊട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഫ്ലവറായി നമ്മളില്ലാത്തൊരു കളറാണ്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു മൊട്ട് പോയി. ഇത് വേറൊരു കളറ് വൈറ്റ് മദർ പ്ലാന്റ്, നമ്മൾ മുമ്പ് നിറയെ ഫ്ലവറായ അതിൻ്റെ ഒരു വൈറ്റ്. ഇത് വേറൊരു കളറ് വയലറ്റ്. ഇത് ഒരു പുതിയ കളറാണ്. ഇത് ഡെൻഡ്രോഫിയം. ഇത് നല്ല നീളത്തിന് നല്ല നിറയെ സ്റ്റെം വന്നിട്ട് ഫ്ലവർ ആവുകയെ. ഇത് മുമ്പേ നമ്മളിൽ നിന്നത് ഒരു മാറ്റവും. എപ്പോഴും നല്ല ഫ്രഷായിട്ട് നന്നായിട്ടിപ്പുണ്ടേ. ഇതും അത് തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട വയലറ്റിൻ്റെ ഫ്ലവറിൻ്റെ ഷെയ്ഡ് കണ്ട വൈറ്റായിട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മളെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലവർ ഉണ്ടായിരുന്നു. ഫ്ലവർ കട്ട് ചെയ്ത് വിട്ടപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വീണ്ടും തൈകളായിട്ടാണ് വന്നിട്ടുള്ള. വലിയ നല്ല കട്ടിയുള്ള സ്റ്റെമ്മായിരുന്നേ. അതിൽ നിന്ന് നമുക്ക് 3 തൈ വീണ്ടും കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റാറായിട്ടില്ല. നമുക്കിതിൽ വേര് വന്നിട്ടില്ല. പ്ലാന്റ് നല്ല ഹെൽത്തിയാണ്. ഇത് കൂടെ കട്ട് നല്ല ലീഫൊക്കെ വന്നാലേ നമുക്ക് മാറ്റി പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഇടയ്ക്ക് 5 തൈയോളം കിട്ടി. നമ്മൾ കുറേ കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെയാണ്. അതിൽ നിന്ന് ആ സ്റ്റെമ്മ് മൊട്ടാണ്. എന്താ നല്ല വലുപ്പത്തിന് പോയിരിക്കുകയാണ്. ഇത് വേറെ ഒരെണ്ണമുണ്ട്. എൻ്റെ ചോട്ടിൽ നിന്ന് ഒരെണ്ണമുണ്ട്. എൻ്റെ ഒരു തൈ മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എല്ലാം മാറ്റിയിട്ടുണ്ടേ. ഇത് നമ്മളെ പണ്ടത്തെയാണ്. കുറേ നാളായി. ഇത് മിക്ക വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ സുന്ദരീനെ. ഇതും സ്റ്റെമ്മ് നീണ്ട് പോയിട്ടുണ്ട്. ഇതിലിനി തൈയാണോ അടുത്ത് മൊട്ടാണോ വരണേന്ന് അറിഞ്ഞുകൂടാ. അല്ല, ഇതിൻ്റെ മുകളിലൊരു സ്റ്റെമ്മ് പൊങ്ങിപ്പോയിട്ടുണ്ട്, കാണാൻ പറ്റണ. അതും നിറയെ മൊട്ടാണ്. ഇത് അതിന് നല്ല നീളത്തിനാണ് പോണത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ മൊട്ട്. അങ്ങനെ നമ്മൾ മദർ പ്ലാന്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ മദർ പ്ലാന്റിൻ്റെ അവസ്ഥ കണ്ട ആ സ്റ്റെമ്മൊക്കെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അതായി ഒരെണ്ണം മാത്രം ഉണങ്ങിപ്പോയിട്ടുണ്ട്. വേറെ ഒന്നിനും ഒരു മാറ്റവും ഇല്ല. നത്ത് കണക്ക് തന്നെ നിൽപ്പുണ്ട്. കണ്ട ഇതിൽ വന്നിട്ടുള്ളത് ഇത് കണ്ട അടുത്ത് വീണ്ടും ഫ്ലവറിനുള്ളതാണ്. നല്ല ശക്തമായിട്ടുള്ള ഒരു സ്റ്റെമ്മാണ് ഫ്ലവറിനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ട ഇനി വീണ്ടും ഇതിൽ ചിലപ്പം ഫ്ലവറിൻ്റെതായിരിക്കും, ചിലപ്പം തൈകളായിട്ടായിരിക്കും പറഞ്ഞതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ വളമൊക്കെ ചെയ്യണതൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതുപോലെയൊക്കെ ചെയ്താൽ നിറയെ ഫ്ലവറും കിട്ടും, നമുക്ക് തൈകളും കിട്ടും. ഇത് കണ്ട മുമ്പ് നമ്മൾ വെട്ടിയെടുത്തതിൻ്റെ വേറൊരു സ്റ്റെമ്മിൽ തൈ വന്നിട്ടുള്ളതാണേ. ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല നമുക്ക് റൂട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതും കട്ട് ചെയ്ത് നമുക്ക് വയ്ക്കാം. എല്ലാവരും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വളങ്ങളൊക്കെ മാറി സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ല വേനലാണ്. ഒരു ഷെയ്ഡിലോട്ടോ എല്ലാം ഇട്ട് കൊടുത്തില്ലേ. ഇത് കണ്ട വേനലിൽ വെയിൽ ചൂടുത്തി ഒന്ന് അടിച്ചപ്പോൾ തന്നെ പ്ലാന്റ് പൊള്ളിപ്പോണുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചൊക്കെ ഇടണം. എന്നാലേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് സപ്പോർട്ടും ചെയ്യണം. ഓക്കേ.